അല്ല എന്നോട് കൊറേ ആയി ചോദിച്ചണം എന്ന് കരുതുന്നു. ചോദിച്ചു എനിക്ക് കല്യാണം കഴിച്ച് പെണ്ണും പെടക്കോയി ഒന്നും വേണ്ടേ? കല്യാണം കഴിച്ച പെണ്ണിനെ പോരെ എന്തിനാ പെടക്കോയി? രാവിലെ കൂവി നീപ്പിച്ചാനേ. അല്ല അവനത്താ ഞാൻ നോക്കണുണ്ട്, പക്ഷെ ഒന്നും ഇങ്ങോട്ട് ശരിയാവണില്ല. അന്റെ കലക്കല് കണ്ടപ്പോ തന്നെ തോന്നി ഇങ്ങോട്ട് വന്നു. അല്ല അല്ല നിങ്ങളെ കയ്യിലേ ഏതൊരു നല്ല കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് നിങ്ങളെ സമയം പോലെ ഒന്ന് പോയി കാണാ. ഈ ആടുജീവിതത്തിന്റെ ഇടയിൽ എവിടെ സുക്കൂർ എനിക്ക് സമയം? അപ്പൊ ആടുജീവിതം പൃഥ്വിരാജിന്റെ അല്ലേ? ഹൈ ചെങ്ങ, ഈ ആടാളടിന്റെ ജീവിതം എന്റേത്. അങ്ങനെ ആടുജീവിതല്ലേ? അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ആടാമിനാന്ന് പേര് വന്നത് അല്ലേ? അത് ഈ നാട്ടാരിങ്ങനെ വിളിച്ചു വന്ന പേരാണ്. അത് മാത്രല്ല എന്റെ വാപ്പാക്ക് ഉണ്ടായി ഇങ്ങനത്തെ ഒരു പേര്. മൂപ്പർക്ക് മറ്റേ പോത്തില്ലേ, പോത്ത്, അതിന്റെ കച്ചവടേനി. എല്ലാരും മൂപ്പരെ പോത്തുമ്പസിറേന്ന് വിളിച്ചിനി. അല്ല നിങ്ങളെ മാപ്പിളക്ക് കോഴി കച്ചവടാ? അല്ല അങ്ങനെ നാട്ടാര് മൊത്തം മൂപ്പരെ കോയി മജീദേ എന്നാ വിളിച്ചിനി. അത് മൂപ്പരെ കച്ചവടം കൊണ്ടല്ലടാ, മൂപ്പരെ സ്വഭാവ കുണം കൊണ്ട് വിളിച്ചു. നിങ്ങൾ ഈ ആടിനെ മാത്രമേ കൊടുക്കുള്ളൂ, കൂട്ടത്തിൽ വേറെന്തെങ്കിലും? ഇറ്റാക്ക് ഒരു 5 പവൻ സ്വർണ്ണവും 50,000 ഉറുപ്പിയും കൊടുക്കുന്നുണ്ട്. കാര്യത്തിലാ? ഇങ്ങോട്ട് നോക്ക്, ഈ ആടിനെയും തരും, അതിന്റെ കയറും തരും. ഇനിയിപ്പോ ഈ മണി റോസിനെ കൊണ്ടുപോകണ ഇതിന്റെ മണിയും കൊണ്ടുപോയി. അപ്പൊ കയറും മണീനെ കിട്ടുള്ളൂ? അതിനെ കിട്ടുള്ളൂ. ഏതായാലും പാമിനത്താ നിങ്ങൾക്ക് ഇപ്പൊ ആടിന്റെ ബിസിനസ് മാത്രല്ല, ഉണക്കമുന്തിരിന്റെ ബിസിനസ്സും ഉണ്ടല്ലേ? എവിടെ? ആക്കണോടെ പേരന്റെ മുന്നിൽ ഉണക്കാട്ടുകണു. അതോ? ഹൈന്റെ ചെങ്ങായി വളത്തിന് മാടി ആട്ടുംകാട്ട് ഉണക്കാട്ടതാണ്. ആട്ടുംകാട്ടോ? അയ്യേ, കിട്ടിയ ആട്ടുംകാട്ട് കീസിലിട്ടു കുറെ. അല്ല നിങ്ങൾ എന്നിട്ട് എനിക്ക് തിന്നാൻ കൊടുക്കല്? വെൽക്കോ കുഴിമന്തിയും കോഴി ബിരിയാണിയും പോത്ത് ബിരിയാണി ഒക്കെ കൊടുക്കല്. അമിനത്ത ഇവിടെ കയറോ ഇവുണ്ടോ? നാളെ തൊട്ട് ഞാനും കൂടി അവിടെ കയറി കടന്നു.